തക്കാളി തൂക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ആദ്യം തന്നെ നമ്മൾക്ക് എള്ളെണ്ണയാണ് കേട്ടോ, നല്ലെണ്ണ എന്ന് പറയും. അത് കുറച്ച് നല്ലവണ്ണം തന്നെ എടുക്കണം, ഇത്ര പോരാ. ഇത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതിൽ കടുക്, കായമുളക്, വറ്റൽമുളക് എന്ന് പറയേ, പച്ചമുളക്, വെളുത്തുള്ളി, ഇത്രയും കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് ഇട്ട് ഇളക്കുന്നത് കേട്ടോ. അത് കുറച്ചൊന്ന് മുരിഞ്ഞ് വരണം. അതായത് ആ വെളുത്തുള്ളീൻ്റെ ഒരു നിറം ചെറുതായിട്ടൊന്ന് മാറുക. ആ സമയം വരെ അതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം തന്നെ ഒരു തക്കാളി അരച്ച് വെച്ചതുണ്ട് കേട്ടോ. ആ തക്കാളി അരച്ച് വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അത് അരച്ച് വെച്ച പേസ്റ്റ് അതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ ഒന്ന് ഇളക്കുക. ഈ തക്കാളി അരക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഒരു 5 തക്കാളി മുറിച്ചിട്ടിട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് വഴറ്റി, ഒരുപാട് വഴറ്റൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം തണിഞ്ഞിട്ട് അത് അരച്ചെടുക്കുന്നതാണ് കേട്ടോ. ഇനി വലിയ പണിയൊന്നുമില്ല. ഇത് നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ അതിൽ വേറെ ഒന്നും ചേർക്കുകയൊന്നും വേണ്ട. ഉപ്പ് നമ്മൾ ആദ്യം അരക്കുന്നതിന് മുമ്പേ ചേർത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ടൊന്ന് ചേർത്താൽ മതി. അപ്പോൾ വലിയ തീയിൽ തന്നെ ചെയ്യാം. പക്ഷേ വലിയ തീയിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ പൊട്ടിത്തെറിക്കും, പൊട്ടി പുറത്തേക്ക് വെള്ളം തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കുക. കാരണം പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ നമ്മൾ മുഖത്ത് കണ്ണിലൊക്കെ തെറിക്കും. കുറച്ച് നന്നായിട്ട് കെയർ ചെയ്തിട്ട് തന്നെ ചെയ്യേണ്ട സംഭവമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടത് ഇടയ്ക്കൊരു കോള് വന്നിട്ട് കട്ടായിപ്പോയതാണ് കേട്ടോ, ഡിസ്റ്റർബൻസിന് സോറി. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഇനി ചേർക്കേണ്ടത് കുറച്ച് നന്നായി, ഇത് ഒരുപാട് സമയം ഇളക്കണം കേട്ടോ, ഇത് പെട്ടെന്നൊന്നും ആവില്ല. കുറച്ച് നല്ലോണം നമുക്ക് നല്ല ക്ഷമയുള്ളവർക്ക് മാത്രം പറഞ്ഞ പണിയാണിത്. അപ്പോൾ ഇതിലിനി നമുക്ക് ചേർക്കേണ്ടത് മുളക് പൊടി, അതായത് കാശ്മീരി മുളക് പൊടി കുറച്ച് നല്ലവണ്ണം ചേർക്കുക. എരിവിന് വേണ്ടി മാത്രം കുറച്ച് മറ്റേ മുളക് ചേർക്കുക, സാധാരണ മുളക്. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കണം. ഇത്രയേ ഉള്ളൂ, കൂടുതൽ ഇതൊന്നുമില്ല. ഇപ്പോൾ ഇത് ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ചെറിയ ടീസ്പൂണിൽ കേട്ടോ. ബാക്കി കാശ്മീരി മുളക് പൊടി മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. കാരണം പച്ചമുളക് ആദ്യം ഇട്ടതുകൊണ്ട് തന്നെ അധികം എരിവ് വേണ്ട. എരിവ് വേണ്ടുന്നവർക്ക് നന്നായിട്ട് തന്നെ കുറച്ചും കൂടെ മുളക് ഇടാം കേട്ടോ. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചെറിയ തീയിൽ വെക്കുക, മുളക് പൊടിയൊക്കെ ഇടുന്ന സമയത്ത് ചെറിയ തീയിൽ വെക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് ഇനി നന്നായി ഇളക്കി അതിൽ നിന്ന് എണ്ണ പുറത്തേക്ക് വരുന്ന അത്രയും സമയത്ത് ഇറക്കുക. അതായത് ഒരു എണ്ണ തെളിഞ്ഞ് വരും അതിൻ്റെ അടിയിൽ. ഒരുപാട് സമയം ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 1.5 മണിക്കൂറോളം ഇത് ഇളക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇതിലേക്ക് എത്താൻ പറ്റൂ. ശരിക്കും അച്ചാർ തന്നെയാണ് തക്കാളി തോക്ക് എന്ന് പറഞ്ഞാൽ, തക്കാളി അച്ചാർ തന്നെയാണ്. ഇതിന് പേര് തോക്ക് എന്ന് ആരാ കൊടുത്തതെന്ന് പറഞ്ഞു. തൂക്കാണ് ശരിക്കും, തോക്കല്ല. ഞാനതിനിട്ട പേരാണ് തോക്ക്. തക്കാളി തൂക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ശരിക്കും തമിഴ്നാട്ടിലുള്ള ഒരു കറിയാണെന്നാണ് കേട്ടറിഞ്ഞത്. നമ്മൾക്കറിയില്ലായിരുന്നു. സത്യത്തിൽ ഇത് യൂട്യൂബ് നോക്കി തന്നെ പഠിച്ചതാണ് കേട്ടോ. പക്ഷേ ആക്കിയപ്പോൾ നല്ല ടേസ്റ്റ്, അതുകൊണ്ട് തന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. മോന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ഇതൊന്നും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 ദിവസത്തേക്ക് നമുക്ക് പിന്നെ വേറെ ഒരു ഒഴിച്ചുകറി വേറെ വേണ്ട, ഇത് മാത്രം മതി. അപ്പോൾ നന്നായിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്ന സമയത്ത് അതിൽ കുറച്ച് ഉലുവപ്പൊടി, കുറച്ച് കായവും, അതാണ് ഇപ്പോൾ ഇടുന്നത്. കായം പൊടിയാണ് വാങ്ങിയിട്ടിടുന്നത്. അതുപോലെ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചതാണ്, അതും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഈ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്തൊക്കെ ചെറിയ തീയിൽ വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വെക്കാൻ. അപ്പോൾ ഇനി ലാസ്റ്റ് ഇതിൽ ചേർക്കേണ്ടത് ഒരു കുഞ്ഞു കഷ്ണം വെല്ലം. അതായത് വെല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക, നമ്മൾ വെല്ലം എന്നാണ് പറയുക, അത് തന്നെ. അത് അതിലേക്ക് ഇടുക. അതായത് ആ ഒരു അതിൻ്റെ മസാലക്കൂട്ടിൻ്റെയൊക്കെ ഒരു
ടേസ്റ്റ് എന്താ പറയുക, ടേസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു മധുരം. ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ടാണ് തപ്പിപ്പോകുന്നത് കേട്ടോ, സോറി.